ഇതിലും എളുപ്പത്തിൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഈ റെസിപ്പിയിൽ നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ല, പൊളിക്കുന്നില്ല, ചതയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാനിവിടെ ഒരു 4-5 കഷ്ണം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയാക്കിയ കൊഞ്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പിട്ട് നമ്മൾ വേവിക്കാൻ തുടങ്ങുകയാണ്. കൊഞ്ചിന് ആകെ മൊത്തം ഒരു 10 മിനിറ്റിൻ്റെ വേവേ വേണ്ടൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടായ പാനിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ കൊഞ്ചിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി പൊടികൾ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ റോസ്റ്റ് ചെയ്തതിന് ശേഷം വെന്തുകൊണ്ടിരിക്കുന്ന കൊഞ്ചിലേക്ക് ഈ പൊടി വർഗ്ഗങ്ങൾ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാം. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കറിവേപ്പില നന്നായിട്ട് കശക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. കൊഞ്ചിനാകെ മൊത്തം ഒരു മാക്സിമം ഞാൻ പറഞ്ഞല്ലോ ഒരു 10 മിനിറ്റിൻ്റെയൊക്കെ വേവേ വേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ആൻഡ് ഈ കാണുന്ന ഗ്രേവി ഇല്ലേ, അത് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പൊടികൾ ചൂടാക്കി വെള്ളം ഒഴിച്ച് വേവിക്കാം. ആൻഡ് ഇത് പുളിശ്ശേരിയുടെ കൂടെ നല്ല സൂപ്പർ കോംബോയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.